എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ചക്കയാണ് വറക്കുന്നത്. ഇപ്പം ചക്കയുടെ സീസണല്ലേ. മഴക്കാലമായാൽ ചക്ക വറക്കാനേ കൊള്ളത്തില്ല. ഇപ്പോഴാണ് വറുത്ത് വെക്കട്ടെ. ഒരു നല്ല വറക്കാൻ കൊള്ളുന്ന വരിക്കച്ചക്ക കിട്ടിയപ്പം അത് മൊത്തം വെട്ടി ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. എപ്പോഴും വരിക്കച്ചക്കയാണ് വറക്കാൻ നല്ലത്. എല്ലാ ചക്കയൊന്നും വറക്കാൻ കൊള്ളിയേല. മീഡിയം കട്ടിയുള്ള ചുളയുള്ള ചക്കയാണ് നമ്മൾ വറക്കുന്നത്. ഒരു ചക്ക മുഴുവൻ വെട്ടിയതുകൊണ്ട് ഞാനിത് വറുത്ത് നമ്മൾ വെച്ചിരുന്ന കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അവരത് കഴിച്ചോളും. അവർക്കിഷ്ടമാണ്. ഉപ്പേരി ഇഷ്ടമില്ലാത്ത ആരുമില്ല. പ്രത്യേകിച്ചും ചക്ക വറുത്തത് എല്ലാവർക്കും ഇഷ്ടമാണ്. സദ്യകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എവിടെ ചെന്നാലും ചക്ക വറുത്തതുണ്ട്. അപ്പം നമുക്കും ചക്ക വറക്കാം. അതിൻ്റെ രണ്ടറ്റം ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് വേണം വറക്കാൻ. എന്താണെന്ന് വെച്ചാൽ രണ്ടറ്റം കട്ടി കൂടിയ ഭാഗം നമ്മൾ വറക്കുമ്പോൾ അവിടെ ഉണങ്ങി വരികയില്ല. അങ്ങനെ ഉണങ്ങി വരണമെങ്കിൽ ആ രണ്ടറ്റം ചക്കച്ചുളയുടെ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ മൊത്തം അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ചെറുതായിട്ടോ വലുതായിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് അരിഞ്ഞെടുക്കാം. ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ഏത് ഉപ്പേരിയാണെങ്കിലും വെളിച്ചെണ്ണ വറുത്തെടുക്കുന്നതാണ് നല്ല സ്വാദുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. നമ്മൾ ചക്കച്ചുള ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയും മൂടി കിടക്കത്തക്ക വിധം മാത്രം വേണം ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, കുറച്ച് ഭാഗം ഉണങ്ങാതെ വരും. അപ്പം എണ്ണയ്ക്കകത്ത് മൂടിക്കിടക്കാത്ത വിധം ഇട്ട് ഒന്ന് ഇളക്കണം. ഇളക്കി കഴിയുമ്പോഴത്തേനും എല്ലാ ചുളയിലും എണ്ണയൊന്ന് ഇതുപോലെ ഒന്ന് പിടിക്കണം. പിടിച്ചതിന് ശേഷം പിന്നെ അത് കൂട്ടി വെച്ച് ഒരു 10 മിനിറ്റ് ഇളക്കരുത്. 10 മിനിറ്റിന് ശേഷം അതിൻ്റെ അടിഭാഗം ഒന്ന് പയ്യെ അപ്പോഴത്തേനും ഒന്ന് ഉണങ്ങി വരും. അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ മറിച്ചിടണം. ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വീണ്ടും ഇളക്കരുത്. അപ്പം അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഉണങ്ങി വന്നു കഴിയുമ്പോൾ ഇനി തുടരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ അല്ലാതെ ചുള ഇങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴേ ഇളക്കി കഴിയുമ്പോൾ അത് വെന്ത് വരുന്ന പരുവായതുകൊണ്ട് അത് കുഴഞ്ഞു പോവും. ഇനി തുടർച്ചയായി ഇളക്കി ഒരു 1/4 ഭാഗമാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർക്കാതെ തന്നെ നല്ല സുന്ദരമായ കളറോട് കൂടിയ ഇത് കണ്ടോ ചിപ്സ് ആയി കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ തവിക്കകത്തിട്ട് ഇങ്ങനെയൊന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ നല്ല മണി കിലുങ്ങുന്ന ശബ്ദം വരും. ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. ഇത് ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല കളറോട് കൂടി കണ്ടില്ലേ. രണ്ടാമതും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. രണ്ടാമതിടുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഉപ്പിട്ടല്ലോ, ആ ഉപ്പ് ഈ എണ്ണയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഇതിന് ഉപ്പിടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നോക്കിയിട്ട് മാത്രമേ നമ്മളിടാവുള്ളൂ. രണ്ടാമത് ഉപ്പിട്ടാൽ ഉപ്പ് അധികമായി പോകും. അതും അതുപോലെ തന്നെ കൂട്ടി വെച്ച് ഇളക്കിയതിന് ശേഷം രണ്ടാമത്തേത് ട്രിപ്പും ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കളറൊക്കെ ആയി നല്ല മണി കിലുങ്ങുന്ന ഭാഗം വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കോരിയെടുക്കാവുള്ളൂ, അല്ലേ കരിഞ്ഞു പോകും. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് മൊത്തം വറുത്തെടുത്തിരിക്കുന്നത്. അങ്ങനെ നല്ല ക്രിസ്പിയായ നല്ല കളറോട് കൂടിയ സുന്ദരമായ ഉപ്പേരി ഇവിടെ മൊത്തം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സുന്ദരമായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയ വീഡിയോയായിട്ട് കാണാം. താങ്ക് യു.